അള്ളാഹുവിന്റെ വജ്ഹ് നശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്ന് ഒരാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ വജ്ഹിന് മാത്രമേ അനന്തമായ അറ്റമില്ലാത്ത വിശേഷണം ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. നമ്മുടെ കണ്ണിന് അതിന്റെ പവറിന് അതിന് ആ റേഞ്ചിന് ഒരു പരിധിയുണ്ട്, അല്ലെ? അതാണ് നമ്മുടെ കണ്ണിന്റെ വ്യൂ വജ്ഹ്, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയുടെ വ്യൂ, നമ്മുടെ ഏതേത് അറിവിന്റെ ഇന്ദ്രിയങ്ങളുണ്ടോ ആ വ്യൂവിനൊക്കെ ഒരു റേഞ്ച് ഉണ്ട്. ടോപ്പുണ്ട്, ഏറ്റവും ലോ ഉണ്ട്, ടോപ്പുണ്ട്, രണ്ടറ്റമുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് അതിന് പോകാൻ കഴിയില്ല. അതിന്റെ അപ്പുറത്തേക്ക് ജ്ഞാനത്തിന് അറിവിനെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരൊറ്റ സോഴ്സേ ഉള്ളൂ, അത് അല്ലാഹുവാണ്. വേറെ ഒന്നിനെ ആശ്രയിക്കാൻ കഴിയില്ല. നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്ന ഒരു ലോ റേഞ്ചും ഉണ്ട്, ഹൈ റേഞ്ചും ഉണ്ട്. അതിനപ്പുറത്തേക്ക് കാണാൻ കഴിയില്ല. ഇവിടെ എന്തൊക്കെ വസ്തുക്കളുണ്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല. എന്റെ ഈ കണ്ണിന്റെ റേഞ്ചിന്റെ ലോ ഉണ്ട്, ഹൈ ഉണ്ട്. ഇതിന്റെ ഇടയിലുള്ളതേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തുള്ളതും കാണാൻ പറ്റില്ല, അതിന്റെ താഴെയുള്ളതും കാണാൻ പറ്റില്ല. എന്റെ ചെവിക്ക് ഒരു റേഞ്ചിന് പരിധിയുണ്ട്. അതിന്റെ ഹൈ ഉള്ളതും കേൾക്കാൻ കഴിയില്ല, ഏറ്റവും ലോ ഉള്ളതും കേൾക്കാൻ കഴിയില്ല. അതിന്റെ മധ്യത്തിലുള്ളതേ എന്റെ ചെവി സ്വീകരിക്കുള്ളൂ. മനസ്സിലായ നിങ്ങൾക്ക്? അതാണ് മനുഷ്യന്റെ വ്യൂ. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ലോ റേഞ്ചും ഉണ്ട്, ഹൈ റേഞ്ചും ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ ഭയങ്കര ഒരു വിസ്ഫോടനം നടന്നാൽ എനിക്ക് കേൾക്കാൻ കഴിയില്ല, കാരണം എന്റെ ചെവിയുടെ റേഞ്ചിന്റെ അപ്പുറത്തുള്ളതാണത്. ഇവിടെ മൈന്യൂട്ടായ ശബ്ദങ്ങൾ നടക്കുന്നുണ്ട്, അത് എന്റെ ചെവിയുടെ റേഞ്ചിന്റെ താഴെയുള്ളത്, അതും കേൾക്കാൻ കഴിയില്ല. അപ്പോ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള അറിവിനല്ലാത്ത മറ്റുള്ള എല്ലാം നശിക്കുന്നതാണ്. അതിന് കൃത്യമായ ഒന്നില്ല. അതാ പറയണത്, ഇല്ലായ്മ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കുണ്ട്. അതിന് അറബിയിൽ പറയാം അദ്മ് എന്നാണ്, ഇല്ലായിക. അറബിയിൽ ആ വേർഡിന് അദ്മ് എന്നാണ്. ഇല്ലായിക എന്ന് പറയുന്ന ഒരു ഗുണം പ്രപഞ്ചത്തിലെ ഏത് വസ്തുക്കൾക്കുമുണ്ട്, അല്ലേ? ഈ വസ്തു മുമ്പ് ഇതിന്റെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന മുമ്പ് ഇല്ല. ഇതിന് അദ്മാണ്. അത് വേറെ വസ്തുക്കളായിട്ടുണ്ട് ഇവിടെ, പക്ഷെ അതായിട്ടില്ല. പക്ഷെ അള്ളാഹു എന്ന് പറയുന്ന ഈ സത്യം ഇവിടെ അദ്മ് എന്ന് പറയുന്ന ഇല്ലായിക എന്ന് പറയുന്ന ഒരു ഗുണം അതിന് ഇല്ല. അതാണ് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമേ ഇവിടെ നിലനിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനെ പറയാം. അങ്ങനത്തെ ഒരു അറിവിനെയാണ് ഇബ്രാഹിം അവസാനമായി എന്ത് ചെയ്തത്? ആശ്രയിച്ചു. ഇനി ഇതിന്റെ അപ്പുറം നീ ആശ്രയിക്കാൻ മറ്റൊന്നില്ല എന്ന് ഇബ്രാഹിം തിരിച്ചറിയുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വൽ ഖമറ ഖദ്ദർനാഹു എന്ന് പറഞ്ഞത്. അതിന് ഖദർ വെച്ചിട്ടുണ്ട് അള്ളാഹു. ഓരോ എന്റെ ബുദ്ധിയുടെ ഖദറല്ല നിങ്ങളുടെ ബുദ്ധിക്കുണ്ടാകും, നിങ്ങളുടെ ബുദ്ധിയുടെ ഖദറല്ല മറ്റൊരാളുടെ ബുദ്ധിക്കുണ്ടാകും. അതിന് വ്യത്യാസമുണ്ട്. അതാണ് വൽ ഖമറ ഖദ്ദർനാഹു മനാസില എന്ന് പറയുന്നത്. അതിന് ഓരോ മൻസിലുകളുണ്ട്. പക്ഷേ ഷംസിന് മൻസിലോട്ട് വെച്ചിട്ടില്ല. അത് റൂഹാണ്. അത് എത്രയെന്ന് പറയാൻ പറ്റില്ല.